കൂട്ടുകാർക്ക് ഇന്ന് വളരെ ഉപകാരപ്രദമായ അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രിക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കല്യാണം വരുവാണ്, അല്ലെങ്കിൽ എൻ്റെ പെരവാസലി വരുവാണ്. അപ്പോൾ ദൂരെയുള്ള കൂട്ടുകാർക്ക് എനിക്ക് കാർഡ് അയച്ച് വിളിക്കാൻ സാധിക്കത്തില്ല, പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കും. അപ്പോൾ എന്താണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വെഡ്ഡിങ് കാണാം. ഫസ്റ്റ് ഞാൻ വെഡ്ഡിങ് സെലക്ട് ചെയ്തേ. അതിൻ്റെ അകത്ത് ഒരു വെഡ്ഡിങ് കാർഡ് ഞാൻ സെലക്ട് ചെയ്തിട്ട് പരസ്യങ്ങൾ പേര് അതൊക്കെ നമ്മൾ ഓടിച്ച് കളഞ്ഞേക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് കണ്ടോ, അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വെഡ്ഡിങ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പേര് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ സ്കോറിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് പേര് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ പേര് രചിക്കുന്നത് ശിവ എന്ന് എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അതിൻ്റെ താഴെ എൻ്റെ വൈഫിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പോൾ സുഗു എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ അവളെ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ സുഗു ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് വല്ല നമുക്ക് ഡേറ്റിങ് മറ്റോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക താഴെ കിടന്ന്. അന്നേരം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് കണ്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് താഴെ കണ്ടോ സേവ് ഇമേജ്, ഷെയർ ആസ് ഇമേജ് അതും കൊടുക്കുന്നുണ്ട്. സേവ് ഇമേജ് നമുക്ക് സേവ് ചെയ്തേക്കാൻ ചാൻസ് ചെയ്യും. അപ്പോൾ ഈ നിർമ്മിച്ച കാർഡ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ദൂരെയുള്ള എല്ലാ കൂട്ടുകാർക്കും അയക്കാൻ സാധിക്കും. കാർഡ് അയച്ചിരുന്ന പരാതിയും വേണ്ട, നല്ല മനോഹരമായി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി കാർഡുകളുണ്ട്. ഇഷ്ടമുള്ള കാർഡ് ഒരെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് മനോഹരതയിൽ ക്രിയേറ്റ് ചെയ്ത് അയക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മളെ പെരവാസത്തിലേക്ക് വരുന്നല്ലേ, അതായത് ചിലയിടങ്ങളിൽ പാല് കാച്ചെന്ന് പറയും, ഞങ്ങളുടെ വാസ്തുവലി എന്നാണ് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുന്നേ എൻഗേജ്മെൻറ്റ് സെലക്ട് ചെയ്യാം നമുക്ക്. ഇപ്പം നിങ്ങളുടെ ആയിരിക്കും എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ദൂരെയുള്ള കൂട്ടുകാർക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടേ, കാർഡ് വേണ്ടേ? അതിനെന്ത് ചെയ്യും? ജസ്റ്റ് സിമ്പിൾ, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പേരൊക്കെ അടിച്ച് സേവ് ചെയ്ത് നേരെ വാട്സപ്പ് വഴി മെസ്സഞ്ചറിൽ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അവൻ്റെ പരാതി തീർന്നു. കാരണം അത്രയ്ക്ക് മനോഹരമായ കാർഡാണ്. അതുപോലെ നമ്മുടെ പെരവാസലി വരുന്നുണ്ട്, വാസ്തുവലിക്കുള്ള ഓപ്ഷൻ ഉണ്ട്. വാസ്തുവലി കാർഡാണെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് അതുപോലെ എല്ലാ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വെച്ച് ദൂരമുള്ള കൂട്ടുകാരെല്ലാം ആ പരാതിയെല്ലാം തീരുമല്ലോ, നോ പ്രോബ്ലം. അങ്ങനെ അതുപോലെ നിരവധി ഓപ്ഷൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് അത് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് മനോഹരമായ രീതിയിൽ കൂട്ടുകാരൊക്കെ അയക്കാൻ പറ്റും. കൂട്ടുകാർക്ക് പരാതിയും കാണത്തില്ല. നമ്മളിനി പ്രസ്സിൽ പോയി അത് അച്ചടിച്ച് വരുന്നത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വേറെ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അങ്ങനെയും ചാൻസും. അങ്ങനെ നമുക്ക് കാർഡ് വളരെ ഡയറക്റ്റ് കൂട്ടുകാർക്ക് കൈക്കൊണ്ട് കൊടുക്കാനും സാധിക്കുന്നതാണ്. എന്തായാലും കൂട്ടുകാർ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ അറിവ് മറ്റൊരു കൂട്ടുകാർ എത്തിക്കാനാണ് ഷെയർ ചെയ്യുക. ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്, ഈ അറിവ് മറ്റു കൂട്ടുകാരുകൾ എത്തിക്കാൻ വേണ്ടിയാണ് ഷെയർ എന്ന ബട്ടൺ ഉപയോഗിക്കാൻ പറയുന്നത്. പുതിയ കൂട്ടുകാർ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ചിന്ന എന്നും പറഞ്ഞ പോലെ ഒരു ബൈ. ഓക്കെ, താങ്ക്സ്. ഹൈ ട്രിക്ക് വ്യൂവേഴ്സ്, ബൈ.